നമ്മൾ ബിഹേവിയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ചിലപ്പോ ചില താരതമ്യ പഠനങ്ങൾ ആവശ്യമായി വരും. അതിനുവേണ്ടി ഞാൻ ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ, പുതിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പോകണം. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫിനും അവിടെയുള്ള മാനേജ്മെന്റ് സ്റ്റാഫിനൊക്കെ നമ്മളോടുള്ള ഒരു പെരുമാറ്റം, ഒരു അപ്രോച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സൗമ്യമായും വളരെ സൗഹൃദപരമായിട്ടുമാണ് അവർ പെരുമാറുന്നത്. ഒരുപക്ഷെ പൈസ അവർ കൂടുതൽ വാങ്ങുമായിരിക്കാം, എങ്കിലും നമ്മളുള്ള ആ അപ്രോച്ച് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അതേസമയം നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ചെറിയ ശതമാനമെങ്കിലും ആ ആ രീതിയിലല്ല പെരുമാറുന്നത്. അവർ വളരെ തിരക്കിലാണ്. അവർക്ക് ബ- അവർക്ക് കഴിയുന്നതിൽ കൂടുതൽ അവർക്ക് ജോലിയുണ്ട്. അതൊക്കെ സത്യമാണെങ്കിലും അവരുടെ അപ്രോച്ച് നമ്മുടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നാട് ഇനിയും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഇത് വിവിധ മേഖലകളിൽ ഇങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും, നമ്മളവിടെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോഴും പലപ്പോഴും നമ്മളോട് പെരുമാറുന്നത് ആ ഭാഗത്ത് പോയി നിൽക്ക്, ഈ ഭാഗത്ത് പോയി നിൽക്ക്, ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് സത്യത്തിൽ നമ്മുടെ ബിഹേവിയറിന്റെ, നമ്മുടെ നെഗറ്റീവ് അപ്രോച്ചിന്റെ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഭാഗമായി ഇന്നും ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കാശ് കൊടുക്കാൻ പോയി കാത്തു നിൽക്കുന്നവരെ പോലും വളരെ പരുഷമായി പെരുമാറുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല. എന്നാൽ മാറ്റമുണ്ട് എന്ന് തന്നെ പറയാം.